വീണ്ടും ഒരിക്കൽ കൂടെ ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. प्रिय भाई बहनों, प्रभु ने एक और मौका हमें मिलने के लिए दिया, इसलिए मैं प्रभु परमेश्वर का धन्यवाद करता हूँ। കഴിഞ്ഞ ആഴ്ചയില് നാം കട്ടിയുള്ള ആഹാരത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. गए हफ्ते हम चिकने भोजन के विषय में हम बात किए थे। അതോടൊപ്പം തന്നെ ദൈവത്തിന് നമ്മെ പോഷിപ്പിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. हमने ये विषय में हम सोचा कि परमेश्वर किस तरह से हमें पोषण करने का विषय में परमेश्वर आग्रह रखता है, इस विषय में भी हम सोचे। അതെ, ദൈവത്തിന് നമ്മെ ക്രിസ്തുവിനെ കൊണ്ട് പോഷിപ്പിക്കുവാനാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. परमेश्वर का हृदय का आग्रह ये है कि हमें मसीह से पोषण करना है, ये परमेश्वर का आग्रह है। അതെ, അതിന്റെ ദൈവ ഉദ്ദേശവും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. और हमने परमेश्वर का उद्देश्य को भी हम सोचे। ക്രിസ്തുവിനാൽ നിറഞ്ഞവരായി നാം പാനീയ യാഗം പോലെ ആയി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. हम मसीह से भरकर हम एक उंडेला गया एक ऑफरिंग के समान हमें बनना है। അതെ, ദൈവം ക്രിസ്തുവിനെ നമുക്കായി നൽകുമ്പോൾ അതിന്റെ പിന്നിൽ ക്രിസ്തുവിനെ നമുക്കായി നൽകുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം അനേക പുത്രന്മാര് ക്രിസ്തുവിനെ പോലെ ഉണ്ടാകണമെന്നുള്ളതാണ്. जब भी परमेश्वर मसीह को हमें देते समय में मसीह के समान ही बहुत सारे बच्चे परमेश्वर को उत्पन्न होना, ये परमेश्वर का हृदय का आग्रह है। അതെ, നമുക്ക് ഇന്ന് അല്പമായി നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം ബലപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. സ്ട്രെങ്തനിങ് അവർ ഇന്നർ മാൻ. കേൾക്കുന്നുണ്ടോ? സഹോദരന്മാരെ, കേൾക്കുന്നുണ്ടോ? यस यस, आज हम लोग हमारा अंदरूनी मनुष्य को मजबूत करने के विषय में हम देखेंगे। ഓക്കെ, ആധാരമായിട്ട് എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. एफिसियों का पुस्तक 3रा अध्याय उसका 14 से 19 आज हम पढ़ेंगे। അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. ये प्रेरित का एक प्रार्थना है। പൗലോസ് ദൈവഹിതം ആണ് എപ്പോഴും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളത്. पौलुस हमेशा परमेश्वर का इच्छा क्या है जानने के लिए प्रार्थना करता था। ഇതിന്റെ 16-ാം വാക്യത്തിൽ ആണ് പൗലോസിന്റെ പ്രാർത്ഥനയിലുള്ള കാര്യം. അവന്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനായിട്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നു. और पौलुस ये प्रार्थना करता है कि तुम्हारा भीतरी मनुष्य जो है वो अंदर से सामर्थ होकर बलवंत होते जाए. അത് മാത്രവുമല്ല,
ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. और केवल इतना ही नहीं कि मसीह तुम्हारे अंदर बढ़े, उसका एक वर मैं मांगता हूँ. അതെ, നമ്മുടെ പുറമേയുള്ള മനുഷ്യനും അകമേയുള്ള മനുഷ്യനുമുണ്ട്. तो इसके लिए हम एक देख सकते हैं कि हमारे पास एक अंदरूनी मनुष्य भी है और एक बाहरी मनुष्य है. അതെ, 2 കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്, പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് നാം വായിക്കുന്നു. दूसरा कोरिन्थियों का पुस्तक में അതെ, दूसरा कोरिन्थियों का पुस्तक में हम देखते हैं कि प्लीज कैरी ऑन. दूसरा कोरिन्थियों का पुस्तक, थैंक यू. दूसरा कोरिन्थियों का पुस्तक में ऐसा लिखा है कि बाहरी मनुष्य दिन बर दिन कमजोर होता जाता है, पर हमारा अंदरूनी मनुष्य दिन बर दिन परमेश्वर में बलवंत हो रहा है. അതെ, 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം. അപ്പോൾ അകമേയുള്ള മനുഷ്യനെ കുറിച്ചാണ് ഇവിടെയും പൗലോസ് പ്രാർത്ഥിക്കുന്നത്. तो अंदरूनी मनुष्य के विषय में ही इधर पौलुस प्रार्थना कर रहा है. അതെ, പിതാവ് തന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തണമെന്നാണ് പ്രാർത്ഥന. प्रार्थना ये है कि तो भी हमारा भीतरी मनुष्य के अनुसार, हमारे भीतरी मनुष्य परमेश्वर के आत्मा के धन के अनुसार हमें वो बल प्राप्त करना. അതെ, അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. तो अंदरूनी मनुष्य का वो कमजोर होने का अवस्था जीवन में आ सकता है. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളില് അതെ ക്ഷീണിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. और हमारे दिन भर दिन के जिंदगी के अवस्थाओं में वो थकने का अवस्था आ सकता है. ഒരിക്കല് ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ये अवस्था दाऊद के जिंदगी में भी हुआ. അത് 1 ശമൂവേലിന്റെ പുസ്തകത്തിലുണ്ട്. 1 ശമൂവേൽ 25-ാം അധ്യായത്തിലുണ്ട്. पहला शमूएल 25वां अध्याय में वो लिखा है. സോറി, 25 അല്ല, 30-ാമത്തെ അധ്യായം. 30-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ ദാവീദ്, അതിന് 4-ാം വാക്യത്തിലുണ്ട്, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു എന്ന്. 30वां अध्याय का 4था वचन 1 से 5 हम पढ़ते समय में उधर एक घटना को हम देखते हैं. और 4थे वचन में ऐसा लिखा है कि दाऊद उनके साथ थे, चिल्लाकर वो रोए. അതെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കാത്തതായ, പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിക്കുന്ന അവസ്ഥയുണ്ടാവും, ബലമില്ലാതാകുന്ന അവസ്ഥയുണ്ടാകും. संसार में हम इस भूमि में हम जीते समय में बहुत सा ऐसे अवस्थाएं आ सकते हैं जहाँ हमारा भीतरी मनुष्य थक सकता है और रोने वाला अवस्था आ सकता है. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ് അതെ കരുണയുള്ള പിതാവാണ്, മനസ്സലിവുള്ള പിതാവാണ്. पर हमारा स्वर्गीय पिता दयावान है, वो करुणा दिखाता है. അതെ, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണമാണ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നത്.
वो स्वर्गीय पिता उनके महिमा का धन के अनुसार है, उनके बच्चों को वो आशीष करता है। അതെ, അങ്ങനെയുള്ള ആ, ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമെന്നുള്ളതാണ്. ऐसा है परमेश्वर का आग्रह, ऐसे लोगों का भीतरी मनुष्य को और भी बलवंत करना है, ये परमेश्वर का आग्रह है। അത് മാത്രമല്ല, ക്രിസ്തു 17-ാം വാക്യം പറയുന്നു, എഫെസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും വേണം. इसे 3:17 में ऐसा लिखा है, और विश्वास के द्वारा मसीह तुम्हारे हृदय में बसे कि तुम അതെ, प्रेम में जड़ पकड़कर और डालकर। എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് എന്നത് നാം ഇതിനു മുൻപ് ചിന്തിച്ചിട്ടുണ്ട്. हम इसके पहले भी हम ये मनन किए हैं कि कैसे परमेश्वर हमारे हृदय में वास करेगा, कैसे वो जड़ അതെ, पकड़ेगा। അതെ, നാം കർത്താവിനോട് പറ്റിച്ചേർന്നവരാണ്, കർത്താവുമായി ഒരാത്മാവായി തീർന്നവരാണ്. हम परमेश्वर के साथ एक हुए हैं, हम परमेश्वर के साथ एक आत्मा बन गए हैं। ആ, എന്നാല് നമ്മുടെ ആത്മാവിൽ മാത്രമല്ല കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാണനിലും കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. तो परमेश्वर केवल हमारा आत्मा में ही नहीं, हाँ, केवल हमारा आत्मा में ही नहीं, पर हमारा प्राण में भी परमेश्वर निवास करना चाहता है। അതെ, നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും അതുപോലെ തീരുമാനത്തെയും മനസാക്ഷിയെയും എല്ലാം നിയന്ത്രിക്കാനും നിറയ്ക്കാനും കർത്താവിന് ആഗ്രഹമുണ്ട്. ये परमेश्वर का आग्रह है कि हमारा मन, हमारा इच्छा, हमारा भावना और हमारा विवेक के अंदर भी परमेश्वर कार्य करे, उसमें निवास करे। അതെ, നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ഭവനത്തിലെ എല്ലാ മുറികളിലും നമുക്ക് പ്രവേശിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണിത്. ये ऐसा अवस्था है कि जैसे हमें एक स्वतंत्रता मिला है, हम कोई भी कमरे में कभी भी जा सकते हैं, वैसा एक स्वतंत्रता का अवस्था को ये दिखाता है। എന്ന് വെച്ചാൽ ക്രിസ്തു നമ്മുടെ അകത്തെ മനുഷ്യനെയും, അതെ, നമ്മുടെ ആളത്വത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. और पौलुस का प्रार्थना यही है कि मसीह हमारा हर एक भाग में, हमारा मनुष्य का हर एक भाग में मसीह कार्य करे, ये पौलुस का प्रार्थना है। ആദ്യമായിട്ട് ഇതിന് നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ആവശ്യമാണ്. और पहली बात, हमें मसीह का मन हमारे अंदर होना चाहिए। അതെ, നമുക്ക് മനസ്സ് നമ്മുടെ മനസ്സിൽ വ്യാപരിക്കാറില്ല. അങ്കിൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? അതായത് നമുക്ക് ക്രിസ്തുവിന്റെ ജീവൻ ലഭിച്ചു, നമ്മൾ ദൈവ മക്കളായി. എന്നാൽ അത് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നാം തീരണമെന്ന്. हमें परमेश्वर का जीवन मिला है, हम उद्धार तो पा लिए, पर परमेश्वर का आग्रह ये है कि हम मसीह के मन के लोग हुए, मसीह का मन हमारे अंदर होना चाहिए। അതെ, അതെ. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. पहला पत्रस 4:1 में ऐसा लिखा है कि तुम भी उसी मनसा को धारण करके हथियार बांध लो, क्योंकि जिसने शरीर में दुख उठाया वह पाप से छूट गया। അതെ, ജീവിതത്തില് കഷ്ടത വരുമ്പോൾ നാം പലപ്പോഴും പിറുപിറുക്കുന്നവരായി തീരാം, സാധ്യതയുണ്ട്. जीवन में कष्ट आते समय में हम कुड़कुड़ाने वाले लोग जैसे उनके समान हो सकते हैं कई बार। നമ്മളിപ്പോൾ ചിന്തിച്ചു, ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ
അവന് ബലമില്ലാത്തവനായി മാറി. जैसे कि हम पहले पढ़े कि दाऊद के जिंदगी में जब भी एक प्रतिकूल का अवस्था, कष्ट का अवस्था आते समय में वो कमजोर हो गया। എന്നാൽ ക്രിസ്തു അങ്ങനെയല്ലായിരുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ പിതാവിങ്കിൽ നിന്ന് എല്ലാ ശിക്ഷയും സ്വീകരിക്കുമ്പോഴും അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. पर यीशु मसीह वैसे नहीं था। जब भी यीशु मसीह के जीवन में कोई भी प्रतिकूल अवस्था आते समय में, कष्ट आते समय में, दुख आते समय में, मसीह ने कभी कुड़कुड़ाया नहीं, पर परमेश्वर के इच्छा के अनुसार परमेश्वर को प्रसन्न करने के लिए वो वैसा एक जिंदगी उसने वो जिया। അത് ക്രിസ്തു ക്രൂസിൽ കഷ്ടം അനുഭവിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു. मसीह ने क्रूस पर कष्ट अनुभव किया, वो हमारे लिए था। നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത്. हमारा पाप का शिक्षा है उसने अपने ऊपर ले लिया। നമുക്ക് വേണ്ടി പകരക്കാരനായി തീരുകയായിരുന്നു. हमारे लिए हमारे जगह में प्रभु वो हमारा जगह ले रहा था। അതെ, പിതാവ് അവന് കഷ്ടം വരുത്തി. पिता ने उनके ऊपर, मसीह के ऊपर कष्ट लाया। അപ്പോൾ തന്നെ ആ സമയത്ത് പോലും യേശു കർത്താവിന്റെ ഹിതം പിതാവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. उस वक्त भी, उस समय में भी यीशु मसीह का मन ये था कि मैं कैसे भी पिता को प्रसन्न करूं। അതെ, പിതാവിന്റെ ഉള്ളങ്ങളെ എല്ലാ അർത്ഥത്തിലും പ്രസാദിപ്പിക്കണം എന്നായിരുന്നു അപ്പോഴും കർത്താവിന്റെ ഹിതം, കർത്താവിന്റെ മനസ്സ്. प्रभु का मन और प्रभु का इच्छा यही था कि हर एक अवस्थाओं में, हर एक प्रतिकूल में पिता को कैसे भी प्रसन्न करना, यही उनका उद्देश्य था। ഇത് എവിടെയാണ് പ്രകടമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ലേവ്യ പുസ്തകത്തിലെ ഹോമയാഗത്തിലാണ്. तो हम ये किधर प्रकट हुआ अगर कोई पूछे तो हमें वो लेवी का पुस्तक में वो होम बलि में वो प्रकट हुआ है। അതെ, 1-ാം അധ്യായത്തിലുണ്ടത്. ലേവ്യ പുസ്തകം 1-ാം लेवी का पुस्तक, അവിടെയാണ് ഹോമയാഗത്തെ കുറിച്ച് കാണുന്നത്. लेवियों का पुस्तक 1 अध्याय में उधर होम बलि के विषय में उधर कहा गया है। ഹോമയാഗം സമ്പൂർണമായി യാഗപീഠത്തിന്മേൽ വെന്തെരിയുന്നതായിരുന്നു. होम बलि वो ऑल्टर पे वो पूर्ण रीति से वो जलकर राख हो जाता था। ഇത് കാണിക്കുന്നത് സമ്പൂർണമായി ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. वो पूरी तरह राख होने का वो अवस्था, वो पूर्ण रीति से परमेश्वर का इच्छा के अनुसार वो समर्पण करने को वो दिखाता है। എന്നാൽ 1-ാം അധ്യായത്തിന്റെ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഹോമയാഗത്തിന് അർപ്പിക്കുന്ന മൃഗത്തിന്റെ കുടലും കാലും പ്രത്യേകമായി അർപ്പിക്കുന്നതായി കാണുന്നു. लेवियों का पुस्तक 1 अध्याय उसका 9वां वाक्य में ऐसा लिखा है कि उसका अंदरूनी भाग और पैर को अलग से उधर अर्पण करना है करके लिखा है। 9-ാം വാക്യം ഇങ്ങനെയാണ്: അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം, പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം, അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമെന്ന് വായിക്കുന്നു. 9वां वचन में, हाँ, ഇവിടെ 9वां वचन में ऐसे लिखा है कि वह उसकी अंतड़ियों और पैरों को जल से धोए, तब याजक सबको वेदी पर जलाए। എന്തുകൊണ്ടാണ് കുടലും കാലും പ്രത്യേകമായിട്ട് കഴുകി അർപ്പിച്ചിരുന്നത്? तो ये बलि खास रीति से जलाकर उसके वध करना है, उसे चढ़ाना है। അതെ, ഇത് ഒരു യേശു കർത്താവ് സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചതിന്റെ ചിത്രമാണ്. तो
यीशु मसीह पूर्ण रीति से प्रभु परमेश्वर पिता का इच्छा के अनुसार वो समर्पण हुआ उसको दिखाता है। കുടലും കാലും കാണിക്കുന്നത് കാല് നമ്മുടെ നടപ്പിനെയും കുടല് നമ്മുടെ വികാരങ്ങളെയുമാണ് കാണിക്കുന്നത്. तो इधर क्या लिखा है, अंतड़ियों और पैरों को अलग से अर्पण करना, उसका मतलब क्या है? पैर उसका അതെ, നമ്മുടെ അല്ല, യേശു കർത്താവിന്റെ, അതായത് കാല് നടപ്പിനെയും ജീവിതത്തെയും, കുടൽ കാണിക്കുന്നത് വികാരത്തെയുമാണ്, ഇമോഷൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? അതായത് ഹോമയാഗം യേശു കർത്താവ് സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചതിന്റെ ചിത്രമാണ്. होम बलि परमेश्वर को एक खास रीति से, पूर्ण रीति का एक समर्पण को दिखाने वाला एक बलि है. അതെ, ഹോമയാഗത്തിന്റെ മൃഗത്തിന്റെ കാല് കാണിക്കുന്നത് ക്രിസ്തുവിന്റെ നടപ്പിനെ കുറിച്ചാണ്, ക്രിസ്തുവിന്റെ ജീവിതത്തെയാണ്. നടപ്പ്. होम बलि में उधर पैरों को, അതെ, കുടല് കാണിക്കുന്നത് വികാരത്തെയാണ്. होम बलि अर्पण करते समय में जब भी पैरों को, यहाँ पर हम पढ़ते समय में अंतड़ी और पैरों को अर्पण करना है करके लिखा है, तो पैरों को अर्पण करना मतलब क्या था? यीशु मसीह, होम बलि जो यीशु मसीह को दर्शाता है, पैर यानी कि उनका चाल चलन को, और अंतड़ी यानी कि उनका भावनाओं को अर्पण करना है करके लिखा है, जो यीशु मसीह ने किया. ക്രിസ്തുവേശു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുമ്പോഴും അവന്റെ ആഗ്രഹം പിതാവിനെ സമ്പൂർണമായി പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു. यीशु मसीह भले ही क्रूस में एक बलि के रूप में अर्पण हो रहा था, परंतु उस समय में यीशु मसीह का भावना क्या था कि वो हर परिस्थिति में, कोई भी परिस्थिति क्यों ना हो, हर परिस्थिति में पिता परमेश्वर का इच्छा को पूरा करे. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിലും പറയുന്നത്, 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. इसीलिए हम लोग पहला पत्रोस 4:1 में हमने पढ़ा था कि मसीह ने शरीर में होकर दुख उठाया था, इसलिए तुम भी इसी मनसाओं में तुम लोग धारण करो और हथियार बांधो. അപ്പോൾ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ മനോഭാവം നമുക്കുണ്ടാകണം. तो मसीह हमारे अंदर बसा है करके जब बोलते समय में मतलब क्या है? मसीह का मनसा हमारे अंदर है, उसको धारण किया है. അവന്റെ അതേ വികാരങ്ങൾ, ക്രിസ്തുവിന്റെ വികാരങ്ങൾ പിതാവിന് പ്രസാദമായിരുന്നത് പോലെ നമ്മുടെയും വികാരങ്ങൾ പിതാവിന് പ്രസാദകരമാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. जिस रीति से प्रभु यीशु मसीह का भावना पिता परमेश्वर को भाया और प्रसन्न किया, उसी रीति से हमारा भावना भी पिता परमेश्वर को प्रसन्न करना है. കർത്താവിന്റെ കൂടെ നടന്ന യൂദായാണ് കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. हम जानते हैं कि प्रभु के साथ चलने वाला जो यूदा था, वो था यीशु को पकड़ाया था. അവന് ഒറ്റിക്കൊടുക്കുമ്പോഴും കർത്താവിന് അവനോട് പ്രതികാരമില്ലായിരുന്നു. परंतु युदास ने यीशु को पकड़वाया जाने के बावजूद भी यीशु मसीह को उसके खिलाफ कोई भी बुरा विचार नहीं था. അതെ, ക്രൂശിലായിരുന്നപ്പോഴും ആ ക്രിമിനൽ, ആ കള്ളനും കൊലപാതകനെയും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ആഗ്രഹം. और प्रभु का मनोभावना जब वो क्रूस में जब वो था, उस क्रूस का मनोभावना, क्रूस में रहते समय में, वहां उस समय में जब लटका हुआ था, तभी भी वो एक चोर को कैसा भी राज्य में पहुंचाए, वो था प्रभु का मनोभावना. അതെ, ഈ മനോഭാവം നമ്മിലും വ്യാപരിക്കണമെന്ന കർത്താവിന്റെ ആഗ്രഹം. ये मनोभावना, ये मनसा की बातें हमारे अंदर भी धारण करके उसी आधार पर हम भी जीना चाहिए. അതോടൊപ്പം തന്നെ അവന് സ്വന്തമായിട്ടൊരു തീരുമാനമില്ലായിരുന്നു. उसके अलावा यीशु मसीह को खुद से कोई निर्णय नहीं लेता था. എല്ലാം പിതാവ് ആഗ്രഹിച്ചതുപോലെ നടക്കണം എന്നുള്ളതായിരുന്നു. बल्कि जो कुछ पिता बोले, पिता कहे, वही उसी के अनुसार होना चाहिए, ऐसा यीशु मसीह का इच्छा था. ഒരു പ്രത്യേക കാര്യമാണ്, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ സകലത്തിന്റെയും ഉടമസ്ഥനായിരുന്നിട്ട് പോലും അവൻ അന്നത്തെ ഗവൺമെന്റിന് കരം കൊടുത്തു.
हम देखो यीशु मसीह का मनोभावना देखो, स्वभाव देखो। यीशु मसीह सभी बातों का मालिक है, पूरा ब्रह्मांड का मालिक है, पूरा पृथ्वी को यीशु मसीह ने बनाया है। लेकिन जब वो मनुष्य बनकर आया तो उन्होंने क्या किया? उस समय का सरकार को अधीन होकर उसने टैक्स भरा। അതെ, ഒരിക്കല് കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. അതെ, അത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. मत्ती का पुस्तक 17 का 27 में हम लोग इस विषय में हम पढ़ते हैं। ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടൽ ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക, അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. प्रभु क्या कहता है चेलों से, पत्रोस से, कि तो भी हम लोग उनको ठोकर ना दे, इसे तुम जाओ जाली पकड़ना और जाकर बासी डाल, और उसमें से जो पहला मच्छी तुझे मिलेगा उसके मुंह के अंदर मुंह को खोलकर एक सिक्का मिलेगा, वो लेकर उसको जाकर तू जाकर അവൻ സകലത്തിന്റെ ഉടമസ്ഥൻ, അവൻ സകലത്തിന്റെ ഉടമസ്ഥനായിരുന്നിട്ട് കൂടിയും മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ടതിനു വേണ്ടി അവൻ പ്രവർത്തിച്ച രീതിയാണ് നാം കാണുന്നത്. तो प्रभु यीशु मसीह सब चीजों का वो मालिक होने के बावजूद भी यीशु मसीह एक आदर्श के रूप में वो वहां पर एक बात को दिखाता है और वो टैक्स भरता है. ഇനിയും കർത്താവ് തനിക്ക് ലഭിച്ച സമയം ഉപയോഗിക്കുന്നതിൽ പോലും പിതാവിന്റെ ഹിതം എപ്പോഴും അന്വേഷിക്കുന്നവനായിരുന്നു. यहाँ तक कि समय का विषय में भी, समय को कैसा इस्तेमाल करना है, उस इस्तेमाल का विषय में भी यीशु मसीह हमेशा पिता को इच्छा के अनुसार ही समय का इस्तेमाल करता था. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം, लूका का समाचार 22वां अध्याय, അതിന്റെ 14-ാം വാക്യത്തിൽ उसका 4 में हम पढ़ते हैं. അതെ, ശിഷ്യന്മാരോട് കൂടെ പെസഹ ഭക്ഷിക്കുവാനായിട്ട് ഇരുന്നത് തന്നെ പിതാവിന്റെ സമയത്ത് ആയിരുന്നു കർത്താവ് അത് ചെയ്തത്. जब चेलों के साथ फसोन का पर्व बनाना था, जब पिता का घड़ी आया, सही समय आया, तब वो फसोन का पर्व मनाने के लिए गया. 14-ാം വാക്യം ഞാൻ വായിക്കുന്നു. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. जब घड़ी पहुंची तो वो प्रेरितों के साथ भोजन करने बैठा. ഇനിയും നമുക്ക് പരിചയമുള്ള ഒരു കാര്യമാണ്, മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ മരിച്ചുപോയ സമയത്ത് कल को हम जानते हैं, उस विषय को अच्छी तरह से जानते हैं. जब मार्था और मरियम का भाई जो लाजरस है वो मर गया, तो उसके विषय में भी हम देखते हैं. ലാസർ മരിച്ച ഉടനെ കർത്താവ് അവിടെ എത്തിയില്ല. लाजर मरने के बाद तुरंत वहां पर प्रभु पहुंचा नहीं. 4-ാമത്തെ ദിവസമാണ് കർത്താവ് അവിടെ എത്തിയത്. बल्कि मर जाने के बाद 4था दिन में 4 दिन हो गया था, उसके बाद वो पहुंचा. അതെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഇങ്ങനെയാണ്, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. हाँ, यूहन्ना का सुसमाचार 11 अध्याय 17 वाक्य में जब पढ़ते समय में वहां पर हम देखते हैं कि जब यीशु वहां पर आया तो उसको मालूम हुआ कि कब्र में वो रखकर 4 दिन हो चुका था. അതെ, ലാസർ മരിച്ചു, അവനെ കല്ലറയിൽ വെച്ച് അതിന് ശേഷമാണ് 4 ദിവസം കഴിഞ്ഞാണ് കർത്താവ് അവിടെ ചെല്ലുന്നത്. लाजरस मर गया था और मरने के बाद उसको कब्र में डालकर 4 दिन हो गया था, उसके बाद यीशु वहां पर आया. അപ്പൊ കർത്താവിന്റെ ഈ ഭൂമിയിലത്തെ ജീവിതത്തില് ഓരോ കാര്യം പ്രകാരമാണ് അവൻ ചെയ്തത്. तो यीशु मसीह अपने जीवन में जो भी कार्य करता था, पिता की इच्छा के अनुसार सही समय में करता था. അതെ, പ്രതികൂലം ഉണ്ടായപ്പോൾ ശത്രുക്കള് തന്നെ പിടിക്കാൻ വന്നപ്പോഴും പത്രോസ് വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടിയ സമയത്തും, यहाँ तक कि जब प्रभु को पकड़वाया जाते समय में, तब महायाजक के दास लोगों ने यीशु को पकड़ने आया, तो तब पत्रोस ने तलवार निकालकर वो दास का कान काटा. तभी भी हम देखते हैं സ്വന്തം സംരക്ഷണം കർത്താവ് ആ സമയത്ത് നോക്കിയില്ല.
अपना खुद का बचाव को बचने के लिए रास्ता नहीं देखा यीशु ने। അതെ, പിതാവിനോട് അപേക്ഷിച്ചാൽ തന്റെ സംരക്ഷണത്തിന് അനേക ദൂതന്മാരെ പിതാവ് കൊടുക്കുമെന്നാണ് കർത്താവ് बल्कि खुद के बचाव के विषय में वो कहता है कि പറയുന്നത്. कहता है, मैं चाहता तो पिता से मांगकर बहुत से स्वर्गदूतों को मैं पूछ सकता था मुझे बचाने के लिए, लेकिन मैंने वैसा नहीं किया। ആ അങ്ങനെ പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെത്താൻ സമർപ്പിച്ചവനായിരുന്നു. इस रीति से पिता का इच्छा को हमेशा अपने आप को समर्पण किया हुआ व्यक्ति था यीशु। ഓക്കെ, ഇവിടെ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഈ ക്രിസ്തു നമ്മുടെ മനസ്സിലും വികാരത്തിലും തീരുമാനത്തിലും പ്രവർത്തിക്കണമെന്നാണ്. इसलिए इस विषय में है, हमने एफेसियों का पुस्तक 3 अध्याय में पढ़ा कि यीशु मसीह हमारे मन में हमारी इच्छा और हमारा भावना जो भी निर्णय लेता है वो सब बातों में प्रभु बसकर कार्य करना चाहिए। ഈ രീതിയിൽ നമ്മുടെ മനസ്സാക്ഷിയിലും പ്രവർത്തിക്കണം. और इसी रीति से हमारे विवेक में भी कार्य करे। എത്ര ശ്രേഷ്ഠമാണ് നാം കർത്താവിന്റെ ദിവസത്തില് അപ്പം നുറുക്കുവാൻ കൂടുന്നത്. इसलिए कितना आनंद से है प्रभु का दिन में प्रभु मेज का भाग लेने के लिए हम एकत्र होते हैं। അതെ, നമ്മുടെ മനസ്സാക്ഷിക്ക് ശുദ്ധീകരണം ഉണ്ടാകാൻ കാരണമാകും. तो जिसके वजह से हमारे विवेक में शुद्धिकरण का कारण होता है, നമുക്ക് തന്നെത്താൻ പരിശോധിക്കാൻ അവസരമുണ്ടാകും. और हमें अपने आप को परखने का समय मिलता है। നമ്മുടെ രഹസ്യ ജീവിതത്തിലേക്ക് വചനത്തിന്റെ വെളിച്ചം വീശാൻ കാരണമാകും. हमारा रहस्य जीवन में वचन को कार्य करने के लिए अवसर मिलता है। അതെ, കർത്തൃമേശയെ ഒരു ആചാരമായി മാത്രം കണക്കാക്കരുത്. और इसलिए प्रभु मेज को कभी एक रीत है, एक रिवाज है करके कभी नहीं सोचना। അതിന്റെ പിന്നിലുള്ള ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെയാണ് നാം വിളിച്ചറിയിക്കുന്നത്. बल्कि उसके पीछे मसीह का जो क्रूस का मृत्यु था उसका गवाह है वो मेज। അതെ, വചനം ഇങ്ങനെയാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നുള്ള ബോധത്തോടു കൂടാണ് നാം കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളുന്നത്. वचन इस रीति से कहता है कि सब लोगों के लिए एक जन मरा, तो हम इस रीति से गिनते हैं कि हम सब उस पे मरे। അതെ, ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ ഒരു പദവിയിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. इस रीति से एक आशीषित अवस्था में प्रभु हमको लेकर आया है। അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. इसके लिए पौलुस कहता है, इस रीति से प्रार्थना करता है कि हमारा अंदरूनी मनुष्य प्रतिदिन बलवंत होते रहना है। അതോടൊപ്പം തന്നെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. और उसी के साथ साथ मसीह हमारे हृदय में बने रहे। ആദിമ സഭയില് നീറോ ചക്രവർത്തി അനേക ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമായിരുന്നു. हम देखते हैं कि पहला सप्ताह में या प्रेरितों का समयों में नीरो जो चक्रवर्ती था, उस समय का बड़ा राजा था, वो हमेशा विश्वासी लोगों को सताता था। ക്രിസ്ത്യാനികളെ പിടിച്ച് കെട്ടി എണ്ണ ഒഴിച്ച് കത്തിക്കുമായിരുന്നു. विश्वासियों को पकड़ता था, बांधता था, उनके ऊपर तेल डालकर जिंदा जला देता था। ആ സമയത്തും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് മരിച്ചു. परंतु ऐसे जिंदा जलते समय में भी प्रभु को धन्यवाद देकर गीत गाकर वो लोग जलकर मर गए। ഇതെങ്ങനെ സാധ്യമായി? तो ये कैसा मुमकिन है? അവരുടെ അകത്തെ മനുഷ്യനിൽ ക്രിസ്തു നിറഞ്ഞിരുന്നു. क्योंकि उनके अंदरूनी मनुष्य में मसीह भरा हुआ था। അതെ, അവരുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചിരുന്നു. उनका हृदय में, दिलों में प्रभु बसा हुआ था। അതെ, നാം ഇന്ന് വായിച്ച ഈ വേദഭാഗത്ത് നമ്മൾ വായിച്ചതുപോലെ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് എന്ന അനുഭവം അവർക്കുണ്ടായിരുന്നു. यानी कि जैसे हम लोग ने एफेसियों का पुस्तक 3 का 17 में हमने पढ़ा, और विश्वास के द्वारा मसीह हृदयों में बसे रहे, ये बात का अनुभव उन दिनों के विश्वासियों को हुआ था। അതെ, സ്വന്തം ബലത്തിൽ അവർ ആശ്രയിച്ചില്ല. अपना स्वयं का बल के ऊपर कभी भरोसा नहीं किया। അവരുടെ അതെ ഹൃദയത്തിൽ ക്രിസ്തുവിനായിരുന്നു സ്ഥാനം. बल्कि उनके हृदय में मसीह को स्थान था। ആളത്വം മുഴുവനും ക്രിസ്തുവിനെ കൊണ്ട് നിറഞ്ഞിരുന്നു. उनका व्यक्तित्व के अंदर प्राण में पूर्ण रीति से मसीह भर चुका था। അതെ, പുതിയ നിയമത്തിൽ
നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. हमें नए नियम में हम देखते हैं कि हर एक विश्वासी लोग एक राजकीय याजकों का समाज है। ഇനി അടുത്ത യുഗത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ വാഴേണ്ടവരാണ്. और उतना ही नहीं, आने वाले युग में हम प्रभु के साथ राज करने वाले लोग हैं। ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ ഒരുക്കുന്നത്. इसीलिए तो प्रभु हमें तैयार कर रहा है। അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഫെസ് ലേഖനത്തിൽ വായിച്ചത്. ഒരിക്കൽ കൂടെ എഫെസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് എന്ന് വായിക്കുന്നു. जैसा हमने एफिसों का पुस्तक 3 का 16 में पढ़ा कि वो अपने महिमा के धन के अनुसार में है तुम्हारे हमारे आत्मा में, उसके आत्मा में भीतरी मनुष्य का सामर्थ को वो भरकर बलवंत करता है। ക്രിസ്തുവിനോട് കൂടെ നമ്മെ കൂട്ട അവകാശികളാക്കണമെന്നാണ് പിതാവിന്റെ ആഗ്രഹം. कि पिता परमेश्वर का यही आग्रह है कि हमें मसीह के साथ सह मिरास का अधिकार बनाए। വരുന്ന वॉइस ब्रेक आया। हेलो, എന്റെ വോയിസ് ബ്രേക്ക് ആയില്ലേ? സോറി. വരുന്ന യുഗത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ വാഴണമെന്നാണ് പിതാവിന്റെ ആഗ്രഹം. आमीन। क्योंकि पिता का आग्रह यह है कि आने वाले युग में हम यीशु मसीह के साथ राज्य करें। അതെ, കേൾക്കുന്നുണ്ടോ? യെസ് യെസ് യെസ്, പറഞ്ഞു. അപ്പോൾ ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിനോട് കൂടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നവരാണ്. इसके लिए आज हम इस दुनिया में जीते समय में प्रभु के साथ याजकीय सेवा का कार्य हम कर रहे हैं। ഇതിന്റെ ഒരു നിഴലാണ് പുറപ്പാട് പുസ്തകം 29-ാം വാക്യത്തിലെ പുരോഹിതന്മാരുടെ കാര്യം. इसका एक छाया है हम लोग निर्गमन का पुस्तक 29 का अध्याय में हम पढ़ते हैं। അതെ, അവിടെ പുരോഹിതന്മാരെ കരപൂരണം ചെയ്യുന്ന കാര്യം കാണിക്കുന്നുണ്ട്. वहां पर याजक को समर्पण करने के लिए अर्पण करने के लिए कहता है। അതെ, അതിന്റെ 23-24 വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 23 അവയുടെ മേലുള്ള മേധസ്സും വലത്തേക്കില്ലാത്ത അപ്പത്തിന്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ പകർന്ന അപ്പമായ ഒരു ദോശയും ഒരു വടയും എടുക്കണം. അതൊക്കെയും അഹരോന്റെ കയ്യിലും അവന്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്യണം. वो जो वहां पर बलि करके लाते समय में अहरोन के हाथ से, वो 24वां वाक्य में हम पढ़ते हैं कि उसका पुत्र और अहरोन का उनका हाथों से लेकर जो भेंट को वो लेकर उनको क्या करना है, उसको रखकर हिलाए जाने की भेंट ठहराकर उसको बलि करना है। 31-ാം വാക്യം 31 में हम കരപൂരണത്തിന്റെ ആട്ടുകൊറ്റനെ എടുത്ത് അതിന്റെ മാംസം വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് പാകം ചെയ്യണം. और वो हाथों को हिलाने वाला बलि को वो लेने के लिए क्या करना है, उसके हाथों से वो मेढ़े को वो लेकर उसका मांस को किसी पवित्र स्थान में पकाना है। ആട്ടുകൊറ്റന്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹരോനും അവന്റെ പുത്രന്മാരും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് തിന്നണം. और फिर अहरोन और उसके बच्चे क्या करना है, वो जो डब्बे में जो रोटी था और ये जो मांस था, वो दोनों को मिलाप वाले तंबू के द्वार में उसे खाना है। ഇവര് അന്നത്തെ പുരോഹിതന്മാരായിരുന്നു. तो ये लोग उस समय का याजक लोग थे। അവരുടെ കൈയും അവരുടെ വയറും യാഗ വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു. उनका हाथ और उनका पेट हमेशा या बलि चढ़ाए हुए वस्तुओं से भरा हुआ था। ഇതെന്താണ് കാണിക്കുന്നത്? ये क्या दर्शाता है? നാം ഇന്ന് പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിത വർഗമാണ്. उसी रीति से हम लोग भी आज नए नियम में राजकीय याजकों का एक समाज है। അതെ, നമ്മുടെ അകം മുഴുവനും ക്രിസ്തുവിനെ കൊണ്ട് നിറഞ്ഞതായിരിക്കണം. हमारा अंदरूनी भाग पूर्ण रीति से मसीह से भरा हुआ रहना चाहिए।
അതെ, നമ്മുടെ കരങ്ങളും ക്രിസ്തുവിനാൽ നിറഞ്ഞതായിരിക്കണം. और हमारा हाथ भी मसीह से भरा हुआ रहना चाहिए, എന്നുവെച്ചാൽ നമ്മുടെ ആളത്വം മുഴുവനും. मतलब हमारा पूरा व्यक्तित्व. ഇങ്ങനെയുള്ള പുരോഹിത വർഗമായി നിലകൊള്ളുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. इस रीति से याजकों का जिम्मेदारी करते हुए प्रभु में भरा रहना चाहिए, ये पिता का इच्छा है. ഇതിനാണ് അതെ നമ്മള് കർത്താവിൽ ബലം കണ്ടെത്തേണ്ടവര്. इसीलिए हमें हमेशा प्रभु में बल को ढूंढना है. അതെ, 84 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 89 भजन संगीता में हम इस रीति से पढ़ते हैं, അത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ 5-ാം വാക്യം, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. 89 है ना अगला? 84 सॉरी 84 भजन संगीता का 5 में हम लोग देखते हैं कि धन्य है वे लोग जिसका बल प्रभु में है, क्योंकि ऐसे लोगों का जो यात्रा सियोन की ओर है. ഓക്കെ, അവരുടെ യാത്ര ഉന്നതമായ അവസ്ഥയിലേക്കാണ്. यानी कि क्या उनका यात्रा हमेशा ऊपर की ओर है. അതെ, ഒരു മലയാളത്തിൽ പറയും പുത്തുരുത്ത ജീവിതമല്ല, എങ്ങനെയെങ്കിലുമുള്ള ഒരു ക്രിസ്തു ജീവിതമല്ല. मतलब क्या कुछ भी अपना मनमानी का जीवन नहीं है. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലത്തിലും അതെ ദൈവത്തിങ്കിലേക്ക് നോക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവരെ ബലപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. बल्कि कोई भी परिस्थिति या तकलीफ क्लेश आते समय में प्रभु पर अगर आश्रय किया तो प्रभु उनका मदद बनता है और प्रभु उनका बल बन जाता है. ഓക്കെ, ദാനിയേലിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി, ഒരവസ്ഥയുണ്ടായി. दानियल के जीवन में भी इस रीति का एक अवस्था परिस्थिति आया. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം. दानियल का पुस्तक 10वां अध्याय. ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. परमेश्वर का सुरदूत वहां पर परमेश्वर से दानियल से बात कर रहा है. ആ സമയത്ത് ദാനിയേൽ വല്ലാതെ ക്ഷീണിച്ചു. और उन दिनों में ऐसा अवस्था था कि दानियल पूरा शोक में था और दुखी था. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. दानियल का पुस्तक 10 का 19 में हम पढ़ते हैं. അവിടെ പറയുന്ന ഒരു കാര്യം, ദൂതൻ ദാവീദിനോട് പറയുകയാണ് 19-ാം, ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞു. वहां पर स्वर्गदूत वहां पर दानियल को क्या कहता है, ए अति प्रिय पुरुष मत डर, तुझमें शांति मिले. ഓക്കെ, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു, യജമാനനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. और फिर देखो जब उसने बात किया तो उसके वजह से उसको बल मिला. അതെ, അവന് ദൈവത്തിന്റെ ദൂതൻ അവനോട് സംസാരിച്ചപ്പോൾ ദാനിയേൽ ബലപ്പെട്ടതായി നാം കാണുന്നു. हम देखते हैं कि जब स्वर्गदूत ने जब दानियल से बात किया तो उसमें हियाव बढ़ गया और वो बलवंत हो गया. ഓക്കെ, ഈ രീതിയില് നമ്മെ ദൈവം ബലപ്പെടുത്തുന്നവനാണ്. इस रीति से प्रभु हमको बलवंत करता रहता है. അതെ, ചില സാഹചര്യങ്ങളില് ബലഹീനരായി പോയാലും അവൻ നമ്മെ അധികമായി ബലപ്പെടുത്തുവാൻ ശക്തനാണ്. कोई परिस्थिति में शायद हो सकता है कि हम लोग कमजोर हो सकता है, लेकिन तो भी हर परिस्थिति में प्रभु है, हमें हर परिस्थिति में बलवंत करता है. അതുകൊണ്ടാണ് എഫെസ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എഫെസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. एफेसों का पुस्तक 6 का 10 में हम लोग पढ़ते हैं समय में इसके हम लोग देखते हैं कि हम लोग प्रतिदिन प्रभु में और उसका शक्ति के प्रभाव में बलवंत. അതെ, ഇങ്ങനെ ബലപ്പെട്ടാൽ മാത്രമേ നമുക്ക് ശത്രുവിനെതിരായി നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. अगर ऐसा रहेगा तो ही हम लोग शैतान का सब प्रकार के युक्तियों का सामना करने हो पाएगा. ശത്രുവിനെതിരായി നിലകൊള്ളാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ജനത്തെ ദൈവം ഇന്ന് ഒരുക്കുന്നത്. शक्ति शैतान के सब प्रकार का युक्तियों को सामना करने के लिए प्रभु आज विश्वासियों को बलवंत कर रहा है. അതെ, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. क्योंकि युद्ध हमेशा यहोवा का रहता है.
എന്നാൽ നിലകൊള്ളുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. परंतु उसको सामना करने के लिए, युक्तियों को हम लोग समझ कर खड़े रह सकने के लिए प्रभु हमको बलवंत कर रहा है. അതെ, അതിന്റെ 16-ാം വാക്യത്തിന്റെ ഒടുവിലുമുണ്ട്, വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ എന്നാണ്. और उसका वही एफेसो 6 का 16 में हम पढ़ते समय में, और सबके साथ विश्वास का डाल को लेकर स्थिर रहो, खड़े रहो. അതെ, നാം സാത്താനെതിരായിട്ട് നിലകൊള്ളുമ്പോൾ നമ്മൾ സജ്ജരായി നിലകൊള്ളണം എന്ന ദൈവത്തിന്റെ ആഗ്രഹം. क्योंकि शैतान जब हमारे खिलाफ आते समय में प्रभु का इच्छा यह है कि पूर्ण रीति से तैयारी के साथ हमें खड़े रहना है. ഇതിനാണ് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത. इसीलिए तो अंदरूनी मनुष्य को प्रतिदिन बलवंत करना जरूरी है. ഇതിനാണ് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന അവസ്ഥ ഉണ്ടാകേണ്ടത്. इसीलिए तो हमें मसीह हमारे हृदयों में बल में होकर अंदर निवास करते रहना है. എന്നാൽ നാം ചിലപ്പോഴൊക്കെ ചില പ്രധാന സംഭവങ്ങൾ വരുമ്പോൾ നാം ദൈവപ്രവർത്തനത്തെ മറന്നു പോകുന്നവരായി തീരും. परंतु हम लोग का आदत क्या है, जब भी प्रभु का कार्य कुछ होना रहते समय में, हमारे जीवन में परिस्थितियां आते समय में, उस समय में प्रभु का कार्य नहीं हो पाता. क्यों? क्योंकि प्रभु हमारे अंदर है करके भूल जाते हैं हम. അതായത് സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൽ ഒരു ഉദാഹരണമുണ്ട്. गिनती का पुस्तक उसका 32 में हम पढ़ते हैं, ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങളും യോർദാൻ കടക്കാൻ വേണ്ടി അടുത്തു വരികയാണ്. तो वहां पर इसराइल के जो 12 गोत्र लोग थे, योर्दान पार करने के लिए वो लोग नजदीक आ गए थे. ഈ സമയത്ത് 2.5 ഗോത്രങ്ങൾ അവര് അവിടുത്തെ ഗിലെയാദിലെ മേച്ചിൽപ്പുറം എല്ലാം കണ്ടപ്പോൾ, നല്ല ഫലഭൂഷ്ടിയുള്ള സ്ഥലം കണ്ടപ്പോൾ അവര് അവിടെ താമസിക്കാം, അവരുടെ ആടുമാടുകളെ അവിടെ മേയിക്കാം എന്ന് തീരുമാനിച്ചു. तो उसमें से जो 2.5 गोत्र, 12 गोत्र में से 2.5 गोत्र के लोगों ने उधर के योर्दान पार करने से पहले का जमीनों को देखकर बोला कि ये अच्छा जमीन है, चलो हम अपना भेड़ बकरी को इधर ही रखकर चराते हैं और इधर ही रहते हैं बोलकर वो लोग उधर ही स्थिर हो गए. അവരിങ്ങനെ പറഞ്ഞു, 5-ാം വാക്യത്തില്, അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം, ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. इसके लिए तभी वो कहता है कि अगर यदि अनुग्रह हो तो तुम्हारा दासों को यही देश पर अपने दासों को मिल जाते तो अच्छा होता, हमें योर्दान पार ना ले चल. ദൈവത്തിന്റെ ആഗ്രഹം ഇവരെ യോർദാനിന്റെ അക്കരെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു. परमेश्वर का आग्रह क्या था कि इजराइल लोगों को योर्दान को पार कर, यर्दन को पार करके उस पार लेकर जाए. എന്നാൽ 2.5 ഗോത്രങ്ങൾ അവര് നല്ല മേച്ചിൽപ്പുറം കണ്ടപ്പോൾ അവരുടെ ആടുമാടുകളെ പോറ്റാൻ വേണ്ടി അവർ അവിടെ താമസിക്കാമെന്ന് തീരുമാനിച്ചു. परंतु उसमें से 2.5 गोत्र, कुछ गोत्र लोगों ने क्या किया, उन लोग ने वो जमीन को देखकर कहा कि यही अच्छा जगह है, हमारा भेड़ बकरियों को चारा चलाकर इधर ही हम लोग बस जाते हैं. അതിന്റെ ഫലമായിട്ട് ഒരു സംഭവം ഉണ്ടായി. ഒരു ശത്രുക്കള് ഈ ഗോത്രങ്ങളെയാണ് ആദ്യം ആക്രമിച്ചത്. इसके वजह से इसका परिणाम क्या हुआ, शत्रु लोग जब आए तो सबसे पहला ये जो पीछे रह गया गोत्रों के ऊपर पहला आक्रमण किया. അതെ, അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ കാണാം. पहला राजा का पुस्तक उसका 27 में हम पढ़ते हैं. അതിന്റെ 3-ാം വാക്യം, ഇസ്രായേൽ രാജാവ് തന്റെ ഭൃത്യന്മാരോട്, ഗിലെയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ അരാം രാജാവിന്റെ കയ്യിൽ നിന്നും പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് രാജാവ്, അതെ, 1 രാജാക്കന്മാരെ 22-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. हाँ, पहला राजा 22वां अध्याय उसका 3रा वाक्य में हम देखते हैं कि शत्रु लोग पहला कहते हैं याद हमारा है करके. ദൈവോദ്ദേശത്തിൽ നിന്ന് മാറി നിന്നവരുടെ നേരെയാണ് ശത്രുക്കൾ ആക്രമിച്ചത്. तो जो गोत्र प्रभु के इच्छा से जो पहला पीछे हट गया और प्रभु के इच्छा से खिलाफ हो गया, शत्रु ने पहला उन लोगों को आक्रमण किया. അതെ, അവർക്ക് ശത്രുവിനെതിരെ നിൽക്കാൻ കഴിഞ്ഞില്ല. और फिर क्या, शत्रु इस तरह आक्रमण किया तो लोग खड़े रह नहीं पाए. എന്നാൽ ഇവിടെ എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്,
ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് വായിക്കുന്നു. के लिए हम लोग वहां पर फिलिप्पियों का पुस्तक 6वां अध्याय में हम देखते हैं कि इस रीति से हमें शैतान का सामर्थ्य समझना है, तो प्रभु का सामर्थ्य में हमें भरना है और परमेश्वर का सारा हथियार को बांध कर हमें बना खड़े रहना है. ഓക്കെ, നമുക്ക് ഇന്ന് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തില് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമ്മെ തന്നെ പരിശോധിക്കാം. इसलिए आओ हम अपने आप को परखें और जांचें कि आज ये प्रार्थना जो हमने पढ़ा है फिलिप्पियों का पुस्तक में हमारे जीवन में कितना रीति से कार्य किया ये हम देखें. അതെ, എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ. यानी कि एफिसों का पुस्तक 3रा अध्याय का 16 और 17 में जो वाक्य पढ़ा वो बातों को, അതെ, ദൈവ ഇഷ്ടം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. इसके लिए आओ परमेश्वर का इच्छा पूर्ण रीति से हमारे अंदर कार्य करे, उसके लिए हम लोग प्रभु पे समर्पण करें. ദൈവഹിതം മനസ്സിലാക്കിയിട്ടും അതിനെ അലക്ഷ്യമായി കരുതിയാൽ ശത്രുവിന്റെ ആക്രമണത്തിന് വിധേയപ്പെടാൻ ഇടയായി തീരും. परमेश्वर का इच्छा जानने के बाद भी अगर उसको उस इच्छा को ध्यान नहीं दिया और उस इच्छा को पूरा करने नहीं जाएगा तो हम लोग शैतान को अवसर दे रहे हैं हमारे अंदर आक्रमण करने के लिए. എന്നാൽ 84-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അതെ, ദൈവത്തിൽ ബലം കണ്ടെത്തിയവർ അവരുടെ വഴി സിയോനിലേക്കുള്ളതായിരിക്കും. परंतु जैसा 84 भजन संगीता में हमने पढ़ा था, जिन लोगों ने प्रभु पर बल पाया है उनका रास्ता जो है सियोन की ओर है. നമുക്ക് കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തുകയും നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. इसलिए आओ सुना हुआ वचन को हम लोग सुनकर वो जो सुना है उसके ऊपर ध्यान करें और समर्पण करें और उसी पर आश्रय करें. കർത്താവ് നമ്മുടെ എല്ലാവരുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തട്ടെ. प्रभु हम सब का अंदरूनी मनुष्य को बलवंत करते रहे. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ ഇടയായി തീരട്ടെ. मसीह हमारे हृदय में बसे रहने का अवस्था में हो जाने दो. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വളരെ നന്ദി. प्रेज द लॉर्ड. प्रभु का महिमा हो.